ഓക്കെ, നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. അതേപോലെ തന്നെ ഭരണഘടനയുടെ കാവലാളും സുപ്രീം കോടതിയൊക്കെ തന്നെയാണ്. തിരുവിതാംകൂർ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ പറയുന്നതിൽ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചൂണ്ടിക്കാണിച്ചാൽ മതി. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത്? മലയാളി മെമ്മോറിയലാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് വനിതയാര്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? A.V. കുട്ടിമാളു അമ്മയാണ്. A.V. കുട്ടിമാളു അമ്മയാണ് മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? പയ്യന്നൂര് വെച്ചാണ്. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂരാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര്? വക്കം അബ്ദുൽ ഖാദി മൗലവിയാണ്. ഇത് നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടെന്ന് തോന്നുന്നു. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല പാലക്കാടാണ്. ആലപ്പുഴയാണ്. ഏറ്റവും വലിയ ജില്ല ആദ്യം പാലക്കാടായിരുന്നു. അതിനെ മറികടന്നാണ് ഇപ്പൊ ഇടുക്കി വന്നു കയറിയത്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിന്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ഇപ്പൊ ഇത് പി രാജീവ്. കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിൽ പി രാജീവ് ആയിരുന്നു. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ വി.ഡി. സതീശൻ തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതല. ഖാദി ഗ്രാമ വ്യവസായങ്ങൾ, ഗ്രാമങ്ങളിലെ വ്യവസായങ്ങൾ ഖാദി, ഇതെല്ലാം വി.ഡി. സതീശൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? ഗോദവർമ്മരാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ചിന്നാറാണ്. ചിന്നാർ ഇടുക്കി ജില്ലയാണ്. പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാറാണ്. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏതാണ്? പൂനം കൃഷിയാണ്. പൂനം കൃഷി എന്നാണ് പറയപ്പെടുന്നത്. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി പൂനം കൃഷിയാണ്. ഗൗണ, നാഡി, കവനോക്ക്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? മീനച്ചിലാറാണ്. ഗൗണ, നാഡി, കവനോക്ക്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏതാണ്? മീനച്ചിലാറാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശങ്ങളിൽ കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ്? ചക്കയാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശങ്ങളുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ്? ചക്കയാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. റവന്യൂ വകുപ്പും ഉണ്ട്. റവന്യൂ വകുപ്പിന് നേരിട്ട് ബന്ധമില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പ്രകൃതി ദുരന്തങ്ങളും നിവാരണത്തിലും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകിയിരുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഉത്തരം പട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് എറണാകുളത്ത്. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഇതിന്റെ ഉത്തരം ഇപ്പൊ പറവൂരാണ്. പറവൂരാന്റെ അടുത്താണ് ഈ പട്ടണം എന്ന് പറഞ്ഞ സ്ഥലം. ഈ വടക്കേക്കര അങ്ങനത്തെ ഒരു സ്ഥലം കൂടെ ഉണ്ട് അതിന്റെ കൂടെ ഉണ്ട്. 2012 ഉരുൾപൊട്ടലുണ്ടായിരുന്ന പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ.